ഇന്ന് സൗത്ത് അമേരിക്കൻ കാൽപന്ത് തുരുത്തിലെ അവസാന അംഗമാണ്. ഒരു മാസക്കാത്തിരിപ്പിന് രാജസിംഹാസനത്തിൻ്റെ അധികാരം ഏൽപ്പിക്കുന്ന ദിനം. പോരാട്ടവീര്യത്തിനും പോർവിളികൾക്കും അന്ത്യകാഹളം മുഴങ്ങുന്ന ദിനം. അമേരിക്കൻ മണ്ണിൽ അവസാന നിമിഷ കയ്യടികൾ ആർക്കു വേണ്ടിയായിരിക്കും? പോരടിക്കുന്നത് ലോക കിരീടം നേടി ലോക ഫുട്ബോളിൻ്റെ അമരത്തിരിക്കുന്ന അർജന്റീനയാണ്. 28 വർഷ കാത്തിരിപ്പിൻ്റെ നോവലീച്ചു തീർത്ത 2021 മാറക്കാനയിലെ കോപ്പ കിരീട വിജയത്തിന് ശേഷം ഫൈനലിസ്മയും ഖത്തർ വേൾഡ് കപ്പും നേടി 4ാം അംഗത്തിനിറങ്ങുന്ന അർജന്റീന. ശേഷം മത്സരിച്ച ടൂർണമെൻറ്റുകളിലെല്ലാം കിരീടം കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക കിരീട വിജയത്തിന് ശേഷം വീണ്ടും ഒരു ഫൈനൽ അലങ്കരിക്കുന്ന അർജന്റീനയ്ക്ക് ഈ കിരീടം അത്രമേൽ നഷ്ടപ്പെടുവാനായിട്ട് ഒന്നുമില്ല. പക്ഷേ ഈ മത്സരത്തോടുകൂടെ പടിയിറങ്ങുന്ന അവരുടെ രക്ഷകാവതാരകൻ, ആ 11ാം നമ്പറുകാരൻ ഏഞ്ചൽ ഡി മരിയയ്ക്ക് ഒരു മനോഹരമായ പടിയിറക്കം സാധ്യമാക്കുന്നതിൽ അവർ ഈ കിരീടത്തെ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സിയുടെ നേളിൽ വേണ്ടുവോളം ആഘോഷിക്കപ്പെടാതെ പോയ ആ കൊള്ളിയാൻ മനുഷ്യന് തങ്ങളാലാവുന്നതെല്ലാം സമർപ്പിക്കാൻ ആ 11 പേരും തയ്യാറാണ്. മറുവശത്ത് കൊളംബിയയാണ്. ഈ ടൂർണമെൻറ്റിലെ അതികായകന്മാരായി കളം വാണുകൊണ്ടിരിക്കുന്ന കൊളംബിയ. അവർ നടന്നകന്ന വഴികളിൽ ബ്രസീലിനെയും ഉറുഗ്വേയെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊളംബിയ ഇറങ്ങുന്നത്. ചരിത്രത്തിലെ 3ാം കോപ്പ ഫൈനലിൽ ഇറങ്ങുന്ന കൊളംബിയക്ക് ലക്ഷ്യം ചരിത്രത്തിലെ 2ാം കിരീടം. അവരുടെ ചരിത്രത്തിലെ തന്നെ അതിസുന്ദരമായ പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്ന കൊളംബിയൻ നിരക്ക് ഇത്രമേൽ അർഹതപ്പെട്ട കിരീടം ഇനി അവതരിച്ചു കൊള്ളണമെന്നില്ല. കാൽപന്ത് ലോകം ഇമവെട്ടാതെ കാത്തിരുന്ന മത്സരത്തിന് അമേരിക്കൻ മണ്ണിൽ തുടക്കമായി. മത്സരത്തിൻ്റെ 90 മിനിറ്റ് കൊണ്ട് നേടിയെടുക്കാവുന്ന വിജയത്തിനായി ലീഡ് ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ഇരു ടീമുകൾക്കും. അക്രമാസക്തമായി ഇരു ടീമുകളും കളിക്കുമ്പോഴും ഗോളവസരങ്ങൾ മാത്രം വിട്ടുനിൽക്കുന്നു. മെസ്സിയും ഡീമരിയയും സംഘം കൊടുത്ത് അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോഴും വർഗാസ് എന്ന കൊളംബിയൻ വൻമരം തകരാതെ നിന്നു. തൻ്റെ ഹാഫിൽ നിന്നും പൂർണ്ണമായി പിറകിലോട്ടിറങ്ങിയും മുന്നോട്ട് അവസരങ്ങൾ സൃഷ്ടിച്ചും തന്നാലാവുന്നതെല്ലാം ഹാമിസ് കളിക്കളത്തിൽ സാധ്യമാക്കുമ്പോഴും ജീവൻ കൊടുത്ത് പ്രതിരോധ പൂട്ട് തകർക്കാൻ ഒരുത്തനെയും അനുവദിക്കാതെ റൊമേറോ മാർട്ടിനസ് പ്രതിരോധം വലിഞ്ഞു മുറുക്കി. ഒരുപക്ഷെ അതിസമ്മർദ്ദത്തോടെ അല്ലെങ്കിലും അർജന്റീന താരങ്ങൾ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ പോരാടുന്നത് കണ്ടു. ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. 2ാം പകുതിയിലും ഇതേപടി മത്സരം മുന്നോട്ട് പോകുന്നു. പക്ഷേ 66ാം മിനിറ്റിൽ പരിക്കേറ്റു മടങ്ങിയ ലയണൽ മെസ്സിയുടെ അഭാവത്തെ ഒരു നിമിഷം കളിക്കളത്തിൽ അർജന്റീന ഭയന്നു. പക്ഷേ ആ വിടവിനെ പാകമായ രീതിയിൽ കൊളംബിയ ഉപയോഗപ്പെടുത്തിയതായി തോന്നിയില്ല. അല്ലെങ്കിൽ അതൊരു വിടവായി തോന്നിയിട്ടില്ല. 2ാം പകുതിയും ഗോൾ രഹിതമായതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക്. അധിക സമയത്തിൻ്റെ സമ്മർദ്ദമൊന്നും അർജന്റീനയിലില്ല. 90 മിനിറ്റുകൾക്കപ്പുറം അർജന്റീന നടത്തിയ 3 മാറ്റങ്ങൾ. ആ മാറ്റങ്ങളുടെ പൊരുൾ തേടി നടന്നിടത്ത് ഉത്തരം കണ്ടെത്തിയത് കളിയുടെ 112ാം മിനിറ്റിൽ. കൊളംബിയൻ പ്രതിരോധം പൂർണ്ണമായും ലോക്ക് ചെയ്യപ്പെട്ടിടത്ത് ലോസെൽസോയുടെ അതിമനോഹരമായൊരു ത്രൂ ബോൾ. ലൗതാറോ മാർട്ടിനസിനത് ഗോളിലേക്ക് മാറ്റേണ്ട ദൗത്യം മാത്രം. അതുവരെ വൻമരമായി ബാറിന് കീഴിൽ അടിയുറച്ചു നിന്ന വർഗാസിന് പിടിച്ചു. മനോഹരമായൊരു സ്റ്റെല്ലർ ഷോട്ട്. ഹാർഡ് റോക്സിൻ്റെ കളിമുറ്റത്ത് ആൽബി സെലസ്റ്റൻ വിജയ അലയൊലികൾ ഉയർന്നു പൊങ്ങി. നീലാകാശത്ത് സിംഹാസനം ചമഞ്ഞുകൊണ്ട് ലയണൽ സ്കലോണിയുടെ അർജന്റീന വീണ്ടും ചാമ്പ്യന്മാരായിരിക്കുന്നു. പൂർണ്ണതയെ പുൽകിക്കൊണ്ട് തുടർച്ചയായ അർജന്റീനയുടെ 4ാം കിരീടം. 2021 കോപ്പ അമേരിക്കയിൽ മാറക്കാനയുടെ മണ്ണിൽ 28 വർഷ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചത് മുതൽ ആൽബി സെലസ്റ്റകളുടെ ചരിത്രം പാടയങ്ങ് മാറി. തുടർച്ചയായി 2ാം തവണയും കോപ്പ കിരീടം നേടിക്കൊണ്ട് സൗത്ത് അമേരിക്കൻ കാൽപന്ത് തുരുത്തിലെ അർജന്റീൻ രാജാഭിഷേകം. എന്തു മനോഹരമായ യാത്രയാണല്ലേ ഇത്! കാൽപന്ത് ചരിത്രത്തിലെ ഏറ്റവും മോശമായ ചരിത്രത്തിൽ നിന്ന് സമ്മോന്നമായ ചരിത്രത്തിലേക്ക് വഴി നടന്ന യാത്ര. 4 വർഷങ്ങൾക്ക് മുമ്പ് സ്കലോണി എന്ന പരിശീലക ബാറ്റനും പിടിച്ച് അർജന്റീനയുമായി ഒരു തേരോട്ടത്തിനിറങ്ങുന്നത് മുന്നിൽ തെളിഞ്ഞു വന്ന മാർഗരേഖയിലൂടെ ആയിരുന്നില്ല. തനിക്ക് മുന്നിൽ നിരാശയുടെ ആഴമേറിയ വഴികളാണെന്ന പൂർണ്ണബോധ്യത്തിലും അയാൾ തൻ്റെ രാജ്യത്തിനർപ്പിച്ച സമർപ്പണമാണ് ഇന്ന് അർജന്റീന വിലാജിക്കുന്ന രാജകീയത. ഒരുപക്ഷെ അയാളിൽ പരിശീലക ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അന്നവർ ഉയർത്തിപ്പാടിയ പരിഹാസങ്ങളെല്ലാം ഇന്ന് പ്രകീർത്തനങ്ങളായി മാറി. ഈ യാത്രയ്ക്ക് പിന്നിൽ നിന്ന് കടിഞ്ഞാൻ പിടിച്ച ലയണൽ സ്കലോണിക്ക് വാക്കുകളിലൊതുങ്ങാത്ത നന്ദിയുണ്ട്. ഈ മത്സരത്തോടെ ഞങ്ങളിൽ നിന്നും പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട മരിയ, ഈ കിരീടം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അന്ന് മാറക്കാനയുടെ മണ്ണിൽ അങ്ങയുടെ കാലിൽ നിന്നും പിറന്ന ഗോളാണ് 28 വർഷ കാത്തിരിപ്പിൻ്റെ നോവലിയിച്ചത്. ശേഷം ഖത്തർ വേൾഡ് കപ്പിലും മാലാഖയായി അവതരിക്കാൻ നിങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കിരീടം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അർജന്റീന ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഇതിഹാസമാണ് നിങ്ങൾ. കാൽപന്ത് രാജാവിനൊപ്പം പന്ത് തട്ടിയ നിങ്ങൾ അർജന്റീനയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഓരോ ചരിത്രങ്ങളിലും നിങ്ങളുടെ നാമം ഉല്ലേഖനം ചെയ്യപ്പെടും. കിരീടങ്ങൾ സ്വപ്നം കണ്ട് പടിയിറങ്ങിയ 3 ഫൈനലുകൾ. ശേഷം കളി അവസാനിപ്പിച്ച് നിരാശയുടെ പടിയിറക്കം.
പക്ഷേ അയാൾ തിരികെ വന്ന് ശേഷം കളിച്ച 4 ഫൈനലുകളിൽ 4 കിരീടങ്ങൾ. ദി വേഴ്സ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റാറ്റിക്സിൽ നിന്ന് അതുല്യമായ ലോകത്തേക്ക്. നായക പരിവേഷം കൊണ്ട് കാൽപന്ത് ലോകത്ത് മിശിഹയായി അവതരിച്ച ലയണൽ മെസ്സി ലോകത്തിന് മുന്നിൽ ഹീറോയിസം എന്തെന്ന് കാണിച്ചത് നിങ്ങളാണ്. ചരിത്ര തിരുത്തുകൾ കൊണ്ട് 4ാം കിരീടവും അലങ്കരിച്ച അർജന്റീന കാൽപന്ത് ലോകത്തിന് 1000 നന്ദി.